മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ്. അതാണ് ഞാൻ പാട്ടുപാടിയതല്ല, ശരിക്കും എന്ത് അർത്ഥവത്തായ വരികളാണത്. മനുഷ്യനാകണം, എല്ലാവരും മനുഷ്യനാകണം. ഉയർച്ചയും താഴ്ചകൾക്കും ഒക്കെ അതീതമായിട്ടുള്ളതാണ് സ്നേഹം. അതിൻ്റെ പേരാണ് മാർക്സിസം എന്ന് കവി പറയുമ്പോൾ ആ മാർക്സിസം എങ്ങോട്ട് പോയി? ആ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങോട്ട് പോയി? ആ സഖാക്കൾ എങ്ങോട്ട് പോയി? നമ്മൾ ഇന്നലെ കണ്ടതാണ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ദുരവസ്ഥ. ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. ഇതാണോ ഇവർ പറഞ്ഞ മനുഷ്യൻ്റെ സ്നേഹം? ഇതാണോ ഉയർച്ചയും താഴ്ചയും? എന്തായാലും നമ്മൾ കണ്ടിരുന്ന, നമ്മൾ ആഗ്രഹിച്ചിരുന്ന, നമ്മൾ ഓർത്തു വെച്ചിരുന്ന, സ്വപ്നം കണ്ടിരുന്ന, മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സഖാക്കളും ഒക്കെ എന്നീ മൺമറഞ്ഞുപോയി. അതവിടെ നിൽക്കട്ടെ. ഇനി ചർച്ചയിലേക്ക് വരുമ്പോൾ, ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദാരുണ സംഭവം, ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. ഇന്നലെ പല നാടകീയ രംഗങ്ങളുമാണ് നമ്മളവിടെ കണ്ടത്. ഒരുപക്ഷെ മീഡിയ മലയാളം പ്രേക്ഷകർക്ക് മുമ്പിലായിരിക്കാം ആദ്യമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഷയം ഞാൻ അടങ്ങുന്ന ഇവിടുത്തെ ആങ്കേഴ്സ് 1-2 പേര് എടുത്തു പറഞ്ഞിരുന്നു. കാരണം എൻ്റെ ഒരു അനുഭവം ഞാൻ പോസ്റ്റ് പങ്കുവെക്കുകയും അതിലൂടെ അത് പ്രേക്ഷകരെയൊക്കെ അറിയിച്ചിരുന്നു. അത് എത്ര പേർ കണ്ടിട്ടുണ്ടാകുമെന്നറിയില്ല. അവിടുത്തെ നേരവസ്ഥ ഞാൻ എൻ്റെ അനുഭവം പലതവണ ഞാനിവിടെ പങ്കുവെച്ചിരുന്നു. കാരണം കിടക്കാൻ പോലും ഒന്ന് തല ചായ്ക്കാൻ പോലും രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്കല്ല, രോഗികൾക്ക് സ്ഥല സൗകര്യമില്ലാത്ത വാർഡുകളുടെ ബുദ്ധിമുട്ടുകൾ, പല കാര്യങ്ങളും തുറന്ന് അന്ന് പറഞ്ഞിരുന്നു. ഇതിനു മുന്നേ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ 1000 കാര്യങ്ങളാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ 1000 കഥകൾ, 1000 രോദന കഥകൾ, നമുക്ക് 1000 ഈ പറഞ്ഞോണം പരാതികൾ നമുക്ക് കേൾക്കേണ്ടി വരും. അത്രയ്ക്ക് ദുസ്സഹമായിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്പർ 1 കേരളം, നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് വീമ്പ് പറയുന്നത്. ആകപ്പാട് CPM-ന് LDF സർക്കാരിന് വീമ്പ് പറഞ്ഞു നടന്നിരുന്ന ഒരേ ഒരു കാര്യമാണ് ഞങ്ങളുടെ ആരോഗ്യ കേരളം, ഞങ്ങളുടെ നമ്പർ 1 ആരോഗ്യ കേരളം. അവരുടെ എടുത്തു പറയത്തക്ക ഒരേ ഒരു കാര്യമായിരുന്നു നമ്പർ 1 ആരോഗ്യ കേരളം. അതാണിപ്പോൾ വീണ് തരിപ്പണമായിരിക്കണം. ഒന്നിന് പിറകെ ഒന്നായിട്ടാണ് അടി പതറിക്കിടക്കുന്നത്. ഒരു കാര്യം ഡോക്ടർ ഹാരിസ് പുറത്തേക്ക് പറഞ്ഞത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പിന്നീട് തുടരെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന മീഡിയ പ്രവർത്തകർ ഉൾപ്പെടെ അറിയാൻ സാധിച്ചത് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളുമാണ്. രോഗികൾ ചികിത്സ കിട്ടാതെ വലയുന്നു, ശസ്ത്രക്രിയയ്ക്കായിട്ട് മാസങ്ങളോളം കാത്തു നിൽക്കേണ്ടുന്ന അവസ്ഥ, ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങളില്ലാത്ത അവസ്ഥ, പല രോഗികളും ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ടും അതിന് തിരിഞ്ഞു നോക്കാൻ പോലും അവിടെ ആരോഗ്യ പ്രവർത്തകർ ഇല്ലാത്ത അവസ്ഥ, തല ചായ്ക്കാൻ ഇടമില്ലാത്ത അവസ്ഥ, വൃത്തിയില്ലാത്ത ശുചിമുറി അടക്കം, വൃത്തിയില്ലാത്ത ബിൽഡിങ്ങുകളടക്കം, ഇടിഞ്ഞു വീഴാറായി കിടക്കുന്ന ബിൽഡിങ്ങുകളടക്കം, നിരവധി പ്രശ്നങ്ങൾ, മരുന്നുകളുടെ ക്ഷാമം, ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ ഒന്നുമേ ഇല്ലാത്ത പല അവസ്ഥകളിലൂടെയാണ് മെഡിക്കൽ കോളേജിലടക്കം സർക്കാർ ആശുപത്രികളിൽ പോക്ക്. സർക്കാരിൻ്റെ നമ്പർ 1 ആരോഗ്യ കേരളത്തിൻ്റെ നേർചിത്രമാണ്. നമ്മൾ UP ഒക്കെ എപ്പോഴും കുറ്റം പറയുന്ന അവിടുത്തേനേക്കാളും പരിതാപകരമായിട്ടാണ് നമ്മളുടെ ഈ കൊച്ചു സംസ്ഥാനത്തിൽ, നമ്മളുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ആകപ്പാടെ തക്കിടം മറഞ്ഞു എന്ന് തന്നെ പറയാം. KK ശൈലജയും 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് KK ശൈലജയും പിണറായിയും ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരു മേഖലയായിരുന്നു ആരോഗ്യ മേഖല. അത് ഒരു പക്ഷേ ശൈലജ ടീച്ചർ അത് ഇതിനെ വളരെ അങ്ങ് വലിയ മെച്ചം എന്നുള്ള രീതി അല്ലെങ്കിൽ അവർ ഒരു മെച്ചപ്പെട്ട രീതിയിൽ ആരോഗ്യരംഗം അവരുടേതായ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് അവർ കൊണ്ടുപോയിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും തുടക്കമിട്ടിരുന്നു. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണെന്ന് തോന്നുന്നു കുറച്ചൊക്കെ നമ്മുടെ മെഡിക്കൽ കോളേജ് ഒക്കെ ചെന്ന് കയറി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കാം. പക്ഷെ ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ജീവൻ പൊലിയുന്ന തരത്തിൽ അല്ലെങ്കിൽ തീരെ ഒരു ഡോക്ടർ ഗതികെട്ട് പറയേണ്ടുന്ന അവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അവസ്ഥ. ജനങ്ങൾ കൂടുന്നതുകൊണ്ട്, ജനപ്പെരുപ്പം ഉണ്ടാകുന്നത് കൊണ്ടാണെന്നൊക്കെ വീണ ജോർജ് ഡോക്ടർ ഹാരിസിൻ്റെ മറുപടി കൊടുത്തിരുന്ന കഴിഞ്ഞ ആഴ്ചയൊക്കെ മറുപടി കൊടുത്തിരുന്നു. അന്ന് കിടന്നങ്ങ് മെഴുകുമായിരുന്നു ആരോഗ്യമന്ത്രി. കിടന്നങ്ങ് മെഴുകി അതിനെ ഒരു പരുവത്തിൽ കരയ്ക്ക് എത്തിച്ചപ്പോഴാണ് അടക്കുന്നത് ദീം തരികടോ കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു കുഞ്ഞ് താഴോട്ട് വീണത്.
സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് കര കയറി വന്നതാണ്. ഡോക്ടർ ഹാരിസിനെ കുറ്റം പറയുന്നു. നമ്പർ 1 ആരോഗ്യ കേരളത്തെ ഒരു ഒറ്റപ്പെട്ട സംഭവത്തിൽ ഉണ്ടായ കാര്യത്തിന് ഡോക്ടർ ഹാരിസ് അങ്ങനെ പറയരുതായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ് അദ്ദേഹം നടപടി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് വീണ്ടും തലക്കേട്. അതായത് സത്യസന്ധനായ ഡോക്ടർക്ക് നിങ്ങൾ പണി കൊടുക്കാൻ പോയ ഈ പ്രകൃതി എന്ന് പറയുന്ന സംഗതിയുണ്ട്, ഈശ്വരൻ എന്ന് പറയുന്ന സംഗതി തിരിച്ച് നിങ്ങൾക്ക് ബൂമറാങ് പോലെയാണ് അട്ടിക്കിട്ടുന്നതെന്നുള്ള ഒന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. ഏതായാലും കെ ശൈലജ ടീച്ചറിൻ്റെ കാര്യം കോവിഡൊക്കെ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വളരെ വിവേകത്തോടു കൂടിയാണ് ശൈലജ ടീച്ചർ അത് കൈകാര്യം ചെയ്യുന്നത്. ഒരു പക്ഷേ അന്ന് നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറഞ്ഞതിൽ നമുക്കൊരു 50% 60% പോട്ട് 80% മാർക്ക് നമുക്ക് കൊടുക്കാം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ബിഗ് സീറോ തന്നെയാണ് കൊടുക്കേണ്ടി വരുന്നത്. കാരണം RCC ഉൾപ്പെടെയുള്ള നമുക്ക് സത്യം പറഞ്ഞാൽ ആരോഗ്യ കേരളം നമ്മുടെ മനുഷ്യൻ്റെ ആരോഗ്യമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഒരു സർക്കാർ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിനും സംരക്ഷണത്തിനുമാണ്. പേപ്പട്ടി കടിച്ച എത്രയോ കുഞ്ഞുങ്ങളാണ് മരണത്തിലേക്ക് നയിച്ചത്. വാക്സിൻ്റെ തകരാറാണ്. പല രീതിയിൽ പറഞ്ഞിട്ട് അവരത് അംഗീകരിക്കുന്നില്ല. വാക്സിന് പ്രശ്നമില്ല, അത് പണ്ട് ഈ ഞരമ്പുകളിലൊക്കെ ഈ പേപ്പട്ടികൾ കടിച്ചിരുന്നു. അന്നൊന്നും ഇത്രയും മരണനിരക്കിലായിരുന്നു. ഒരു പക്ഷേ വാക്സിൻ ഈ ആധുനിക കാലഘട്ടം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെയൊക്കെ മികവ് ഇപ്പോഴൊക്കെയാണ് കൂടുതൽ വർദ്ധിക്കുന്നത്. വാക്സിൻ്റെ തന്നെ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സന്ദർഭത്തിലും പേപ്പട്ടി ബാധിച്ച കുഞ്ഞുങ്ങളുടെയൊക്കെ മരണനിരക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മാത്രം ഇത്രയധികം വർദ്ധിക്കുന്നതിൻ്റെ സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം അപ്പോഴും ആരോഗ്യമന്ത്രി കൈമലർത്തുകയാണ്, മെഡിക്കൽ കോളേജ് വിഭാഗം കൈമലർത്തുകയാണ്. അങ്ങനെയല്ല, അത് വെയിനകത്തുകൂടെ കടിച്ചതുകൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. മണിക്കൂറുകൾ അതായത് മിനിറ്റുകൾക്കകം കൊണ്ട് തന്നെ ഈ വാക്സിൻ കുത്തിയെടുപ്പ് നടത്തിയ കുട്ടി പോലും മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വാക്സിൻ്റെ എന്ത് അപാകതയാണ്. ഇവർ ഈ പലർക്കായിട്ട് കോൺട്രാക്റ്റ് കൊടുക്കുന്നതും പല കമ്പനികൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ നല്ല മെഡിസിൻ അല്ല കിട്ടുന്നത് എന്നുള്ളതാണ്. പാരസെറ്റമോൾ ആയാലും പലവിധ ഈ പെയിൻ കില്ലേഴ്സ് ആണെങ്കിലും ബേസിക് മെഡിസിനുകളാണെങ്കിലൊക്കെ നമ്മൾ അത് കുറച്ചുകൂടി അതിനകത്ത് പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം സർക്കാരിന് തോന്നുന്ന ആൾക്കാർക്ക് ഊരാളുകളിൽ കൊടുത്ത് ഓരോ ഭാഗം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാരിന് തോന്നുന്ന ആൾക്കാർക്ക് കോൺട്രാക്റ്റ് കൊടുത്ത് അവസാനം മെഡിസിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ആ പേപ്പട്ടി ഈ പറഞ്ഞ കടിച്ച മരണങ്ങളുടെ കാര്യത്തിൽ ആരോഗ്യ കേരളം തകർന്നു. അതായത് നമുക്ക് എന്തായാലും ഒരു ചുരുക്കത്തിൽ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു, ഇവരുടെ തകർച്ചകൾ, വീണ ജോർജ് അധികാരമേറ്റപ്പോഴുള്ള തകർച്ചകൾ നമുക്കൊന്ന് പരിശോധിക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തം 1 അല്ല 2 തവണ, അതും പുതിയ ബ്ലോക്കിന്. രണ്ടാമത് ട്രിവാൻഡ്രത്ത് ഉപകരണങ്ങളില്ല എന്നുള്ളത്, അതും പ്രഗത്ഭനായ ഒരു HOD ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡോക്ടർ പറഞ്ഞത്, ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഉപകരണങ്ങളുടെ ക്ഷാമം മാത്രമല്ല അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള പലവിധ കാര്യങ്ങളും എടുത്തു പറഞ്ഞു. മരുന്നുകളുടെ ക്ഷാമം ഉൾപ്പെടെ എടുത്തു പറഞ്ഞിട്ട്. മൂന്നാമത്തെ മരുന്നുകൾ നീതി സ്റ്റോർ ഉൾപ്പെടെ അല്ലെങ്കിൽ അതിനകത്ത് മെഡിക്കൽ കോളേജിൽ മരുന്നുകൾ കിട്ടാനില്ല എന്നുള്ള മരുന്നുകളുടെ ക്ഷാമം പറയുന്നു. അഴിമതി ക്ഷാമം, പല ഉപകരണങ്ങളും ഈ പറഞ്ഞതുപോലെ പുറമേയുള്ള പ്രൈവറ്റ് മെഡിക്കൽ സ്റ്റോറുമായിട്ടുള്ള ടൈപ്പ് ചേർത്തുള്ള അതിനകത്തുള്ള അഴിമതി കാര്യങ്ങൾ. പേവിഷബാധയുടെ മരണം, അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വീണ ജോർജിൻ്റെ അപാകതകൾ മാത്രമല്ല ഇപ്പം ഇന്നലെ സംഭവിച്ചു കോട്ടയത്തെ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം തകർന്നു എന്നുള്ള 2013 ഇത് ബലക്ഷയം ഉണ്ടെന്നുള്ള ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത ഈ കെട്ടിടത്തിലാണ് ഇത്തരത്തിലുള്ള രോഗികളെ പാർപ്പിച്ചിരുന്നത്. ഇന്നലെ ആദ്യം മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് അതിനകത്ത് ആരുമില്ല, പൂട്ടിയിട്ട കെട്ടിടമാണെന്നാണ്. പക്ഷേ അപ്പോഴും ഒരു ഭാഗം ഇടിഞ്ഞപ്പോഴാണ് അവിടുന്ന് ആ രോഗികളെ അത്രയും മാറ്റിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നലെ ഞാൻ കണ്ടതാണ് ഒരു വീഡിയോയിൽ കാലിന് സ്ക്രൂ, കാരണം ഓർത്തോ പീഡിയാട്രിക് വിഭാഗമാണ്, അപ്പോൾ കാലിന് സ്ക്രൂ കയറ്റി ഇങ്ങനെ കമ്പി തുളച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്ന വൃദ്ധനായ ഒരു മനുഷ്യനെ എടുത്ത് വേറെ വാർഡിൽ കൊണ്ടുവന്നു. പക്ഷേ ഇവർ വാർഡിൽ കൊണ്ടുവന്നപ്പം ഇവർ വേറൊന്നും ചിന്തിച്ചില്ല. കാരണം ചാണ്ടി ഉമ്മനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കാണാം ആ കാലിൻ്റെ അടിക്ക് സിമെൻറ്റും ഒക്കെ കൊണ്ടുവന്ന് നിറഞ്ഞിരിക്കുകയാണ്. കാരണം കെട്ടിടം പൊളിഞ്ഞ് വീണതിൻ്റെ സിമെൻറ്റും ഒക്കെ ആ പാവം മനുഷ്യൻ്റെ കാലിൽ സർജറി ചെയ്ത് കിടക്കുന്ന മനുഷ്യൻ്റെ കാലിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ഇവർ പറയുന്നത് ആ കെട്ടിടത്തിനുള്ളിൽ ആരുമില്ല എന്നുള്ളത് പൊളിച്ചടുക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് UDF ഇന്നലെ ചാണ്ടി ഉമ്മൻ അത് പൊളിച്ചടുക്കി എന്നുള്ളത് തന്നെ പറയാം. അതിനുശേഷം ബാത്റൂം യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചിരുന്നു. അതിനകത്ത് ഒരാൾ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അനാസ്ഥയാണ്. അവിടെ പെട്ടെന്ന് ബുൾഡോസർ കൊണ്ടുവരികയോ അല്ലെങ്കിൽ അതിൻ്റെ മാലിന്യം നീക്കം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അത് ഈ പറഞ്ഞതുപോലെ കാലതാമസം വെപ്പിച്ച ആ ഒരു ജീവൻ
ജീവനെ കൊന്നു, ആരോഗ്യമന്ത്രി കൊന്നു എന്ന് തന്നെ ഞാൻ പച്ചയ്ക്ക് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ യു പിയിലെ കെട്ടിടങ്ങളെക്കാൾ അല്ലെങ്കിൽ യു പി ഉള്ളതിനേക്കാളും ഭീകരമായ ഒരവസ്ഥയാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ. നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുമ്പോൾ ഇവർ എടുത്തു പറയത്തക്ക രീതിയിൽ ഒന്നുമില്ല. ഇവിടെ ഇടയ്ക്ക് സർവേക്ക് അല്ലെങ്കിൽ റിസർച്ചുമായി ബന്ധപ്പെട്ട് പല സ്റ്റുഡൻസ് വന്നപ്പോൾ അവർ പറഞ്ഞ വൃത്തിഹീനമായ വൃത്തിഹീനമായ ചുറ്റുപാട് എന്നുള്ളതാണ്. ഒന്നാമതെ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഏറ്റവും അധികം നോക്കേണ്ടത് ഒരു കാര്യമാണ് ഹോസ്പിറ്റലുകളിലെ വൃത്തി എന്നുള്ളത്. വൃത്തിഹീനമായ അവസ്ഥയിലാണ് ഓരോ മെഡിക്കൽ കോളേജും. നമുക്ക് അകത്തോട്ട് ചെന്ന് കയറാൻ പോലും പറ്റാത്ത അവസ്ഥ. ആവശ്യത്തിന് സ്റ്റാഫുകളില്ല, ഡോക്ടേഴ്സ് ഇല്ല. എല്ലാം കൊണ്ട് പരിതസ്ഥിതി നിൽക്കുന്ന ഇവരാണ് പറയുന്നത് നമ്പർ 1 ആരോഗ്യ കേരളം എന്നുള്ളത്. ഇനി പൊതുവെ വീണ ജോർജിൻ്റെ മന്ത്രിതലത്തിൽ ഇരുന്നിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, അഴിമതിയും കാര്യങ്ങളും ആണെങ്കിൽ ഇത്തരത്തിൽ ഔദ്യോഗിക പദവിയിലുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ പറയും. ഇനി ഇവർ മൂലമുണ്ടാകുന്ന CPM-ൽ തന്നെ ഉണ്ടാകുന്ന വെച്ചാൽ പലർക്കും അതൃപ്തിയുണ്ട്. MLA-മാർ തന്നെ വിളിച്ചാൽ എടുക്കില്ല, ഔദ്യോഗിക തലത്തിലുള്ള പലരും വിളിച്ചാൽ ഇവർ ഫോൺ എടുക്കില്ല എന്നുള്ളൊരു പരാതി നേരത്തെ ഉന്നയിച്ചിരുന്നു.